എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് ഫിലിമിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെയാണ്. പാഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്നൊരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പം അതന്നെയാണ് ഏറ്റവും മറക്കാൻ ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ചോദിച്ചാൽ എന്താ പറയാ? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സിനിമയായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമ തന്നെ ആയിരിക്കും മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറയുന്നത്. തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഷങ്ങൾക്ക് ശേഷത്തിന്റെ സംവിധായകനായിട്ടുള്ള വിനീതിന്റെ ഫസ്റ്റ് മൂവി. അപ്പം അതിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ഫസ്റ്റ് എന്താ പറയുക വിദ്യാരംഭം എന്നൊക്കെ പറയുന്ന പോലെ തിയേറ്ററിൽ എൻ്റെ സീൻ കാണുന്നു. അതെ, ഞാൻ ഒബ്രോൺ മോളിലാണ് ഫസ്റ്റ് ഷോ കാണുന്നത്. ഒമ്പോണിക്കത്തെ ഷോ ആയിരുന്നു അന്ന്. ഫസ്റ്റ് ഷോ ഉണ്ടായിരുന്നു ഒമ്പോണിക്കായിരുന്നു. അപ്പോൾ ഒബ്രോൺ മോളിലായിരുന്നു മൂവി കാണാൻ പോകുന്നത്. ഇത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. പുതിനാണ് താരത്തില് സലീം ഏട്ടനിരുന്ന് ഒരു പരിപാടി സംഭവങ്ങളുണ്ട്. കൂട്ടുകാരനായിരുന്നു, മാരൊക്കെ മറ്റേ കളിയാക്കലായിരുന്നു തിയേറ്ററിൽ കാണുന്നത്. ആർപ്പുളിയും നമ്മളെ ചെയ്യുന്ന പരിപാടിയായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അഭിമാനമാണ്. അതായത് നമ്മളെ കണ്ടിട്ടാണല്ലോ ആർപ്പുളിക്കുന്ന പരിപാടിയൊക്കെ. ആ ഒരു മൊമെന്റ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. നമ്മൾ അവിടെ നിന്നാണ് പിന്നെ ഡിസൈഡ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഓരോ സിനിമകൾ കഴിയുമ്പോഴാണ് നമുക്ക് അതായത് തന്നെയാണെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന നിമിഷങ്ങൾ അതാണ്. അതുവരെ ഒരു എന്തായിരുന്നു പേര് പറഞ്ഞു ഞാൻ വേണ്ടിയിരിക്കുന്നത് അനിശ്ചിതാവസ്ഥ. അതന്നെ, അനിശ്ചിതാവസ്ഥയിലായിരുന്നു. അപ്പൊ ഇതാണ് ഓരോ സിനിമകൾ കഴിയുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നത്, സംഭവങ്ങൾ. ആ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഇപ്പോഴും മെമ്മറിയിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. മാഷിന്റെ ലൈഫിൽ ഏറ്റവും മനോഹരമായ ഒരു മൊമെന്റ് ചോദിച്ചാൽ എന്ത് പറയും? ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഇതേപോലെ പറഞ്ഞു തരുമോ? സിനിമയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ ഒന്നാത്താൻ കേസ് കൊടുക്കും, അത് റിലീസായ ദിവസം തന്നെയാണ്. അധികം റിലീസായിട്ട് മാഷ് വൈറലാവുമായിരുന്നു. അതിനകത്ത് ഡയലോഗ്സ് ഉൾപ്പെടെ എല്ലാം ശരിക്കും പ്രാവിനെ കല്ലല്ലോ ബദാമെന്ന് എറിയുന്നത്, അതുൾപ്പെടെ എല്ലാം ആ പടത്തിൽ ത്രൂ ഔട്ട് ചിരിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ മാഷിന് ഇതേപോലെ തിയേറ്ററിൽ ഇപ്പം ചേച്ചിയുടെ പറഞ്ഞ പോലെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എന്തായിരുന്നു മാഷിന് സെൽഫായിട്ട് തോന്നിയത്? എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടായിരുന്നു? ആദ്യത്തെ ഷോ കാണാൻ വേണ്ടി പോയി എനിക്ക് വലിയ ഹാപ്പിനെസ് ഒന്നുമില്ല. ഇതെന്താ സംഭവിക്കുന്നത് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. സിനിമ റിലീസായി, അത് ആളുകളുടെ ഇടയിൽ വൈറലാകുമ്പോൾ അതിൻ്റെ സന്തോഷം. അല്ലാതെ ഇപ്പം നമ്മൾ എത്ര സിനിമ അഭിനയിച്ചതിനും കാര്യമൊന്നുമില്ലല്ലോ, അല്ലേ? ശരിയാ, ശ്രദ്ധിക്കപ്പെടാം. അതെ അതെ അതെ.